സ്നേഹത്തോടു കൂടിയാ പറയുന്നത്. കാരണം ഞങ്ങൾക്കറിയോ, കഴിഞ്ഞ 5 ദിവസങ്ങൾക്കും ഉണ്ടായ ഒരു സംഭവം. 5 പിഞ്ചു പൈതങ്ങൾ സ്ഥിരമായി അവിടെ ചേലൂർ പ്രദേശത്ത് നിന്ന് സ്കൂൾ വിട്ടിങ്ങനെ വരും. അസ്ർ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ അസ്സലാമു അലൈക്കും എന്ന പിഞ്ചു പൈതലിനോട്, അതിലേറ്റവും ചെറിയൊരു മോൻ, ഏറി വന്നാൽ 6 or 7 വയസ്സുണ്ടാവും, അവൻ തിരിഞ്ഞു നിന്നിട്ട് വിളിക്കുന്നു, ഓന്റെ ഒരു സലാം, ജി പോയിട്ട് ബാലനോട് സലാം പറഞ്ഞടോ, മൊയ്തീൻ ശൈഖിനെ കുറ്റം പറഞ്ഞവനല്ല ഈ, ഓന്റെ ഒരു ഇളി എന്ന് പ്രായത്തെ മാനിക്കാതെ. ഏത് എന്റെ 3ാമത്തെ മകളുടെ പ്രായമുള്ള ഒരു പയ്യൻ വെള്ളത്തൊപ്പി ധരിച്ചിരിക്കുന്നു, വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നു, നരിയാണിയുടെ മേലെ തുണി ഉടുത്തിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഏതാണ് ഈ സമുദായം? ആരാണ് അവരെ വളർത്തുന്നത്? അതാ സംശയം, ആരാ വളർത്തുന്നത്? ഞങ്ങളെ ആലിമീങ്ങൾ തന്നെയാണ് കേട്ടോ അവരെ വളർത്തുന്നത്, അല്ലേ? പ്രായത്തെ മാനിക്കാതെ സലാം പറഞ്ഞില്ല, മാനിച്ചിട്ടേ. പ്രായത്തെ മാനിച്ച് സലാം പറഞ്ഞാൽ ഇബ്ലീസിനോട് സലാം പറയേണ്ടി വരും. ഇബ്ലീസിനുണ്ടോ പ്രായത്തിന് കുറവ്? ഞങ്ങൾ പറയുന്നത്, ഞങ്ങളെ ആലിമീങ്ങളെ മുശ്രിക്കാക്കിയപ്പോൾ, കാഫിറാക്കിയപ്പോൾ, സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം, ഈ സമുദായത്തെ വിരുദ്ധശിപ്പിച്ചു. ഇനി നിങ്ങൾ നോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റിൽ ഇങ്ങനെ പോന്നോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഐക്യത്തോടെ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങളെ 921 ശേഷം മുശ്രിക്കും കാഫിറുമാക്കിയിട്ട് ഇവർ കൊണ്ടുവന്നു. അതിനുള്ള കാരണം അല്ലാഹനെ മാത്രം വിളിക്കണം എന്നവർ ഇല്ലാത്ത വാദം കൊണ്ടുവന്നു. അങ്ങനെ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, നന്നായി തെറ്റിദ്ധരിപ്പിച്ചു. ഇല്ലാത്തെന്ന് പറഞ്ഞു. അല്ലാഹ് അവർക്ക് നല്ല ഫലം കൊടുക്കുകയാണ്, നല്ല ശിക്ഷ കൊടുക്കാതിരിക്കും. എത്രത്തോളം മുജാഹിദ് അണികളൊക്കെ പാവങ്ങളാണ് പലരും. അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. നേതാക്കൾ നിങ്ങളെ വഞ്ചിച്ചതാ മക്കളെ. നേതാക്കളുടെ വഞ്ചനയിൽ ഇനിയും നിങ്ങൾ അകപ്പെട്ടു പോകല്ല. എന്തെല്ലാം വളർന്നു പറഞ്ഞു കൊടുത്ത് ബാലുശ്ശേരിനെ കൊണ്ടുപോവാ. ഇത്രയേറെ ഈ സമുദായത്തെ വഞ്ചിച്ചവർ വേറെ ആരാളുള്ളത്? ഇയാൾ ഈ അടുത്ത് നടത്തിയ പ്രസംഗം നോക്ക്. പ്രസംഗിച്ചിട്ട് ഇയാൾ പറയുന്നത് എന്താണെന്നറിയോ? മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ച് സുന്നികൾ ഇപ്പൊ ലാസ്റ്റ് പറയുന്നത്, മരണസമയത്ത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട, എന്ത് പറഞ്ഞാൽ മതി, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ മതി എന്ന് വരെ സുന്നികൾ പഠിപ്പിക്കുന്നു എന്ന് പാവം മുജാഹിദുകൾ പഠിപ്പിക്കുകയാണ്. പച്ചതുണ. നമ്മൾ ആരും അത് പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മുടെ ബാംഗ്ലൂർ മുഖാമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗവും ഇട്ടിട്ട് ഇയാൾ പറയുന്നു, ഇത് പൊട്ടിക്കരയേണ്ട സംഗതിയാണ്. ഞാൻ പറയുന്നത്, ലോക മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രംഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ബാക്കി ഞാൻ അതിന്റെ ശേഷമുള്ളതൊക്കെ ഞാൻ കേൾപ്പിക്കും. ആദ്യം നിങ്ങളതൊന്ന് കേട്ടു. ഈ അടവ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അഹ്സനിമാര് പല ആളുകളും അവർ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എന്താണ്? ഇപ്പൊ നൗഷാദ് അഹ്സനി ഇന്ന് കേരളത്തിൽ സുന്നി വിഭാഗത്തിൽ, AP വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഓരോ സ്ഥലങ്ങളിൽ വന്ന് പ്രസംഗിക്കുന്ന ഒരു വ്യക്തി. ഈ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ആലോചിക്കണം, അദ്ദേഹം എന്താണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്? ജനങ്ങളത് അറിയണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, മരണവേള, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെയും മരണവേള. ആ മരണവേളയിൽ നമ്മളൊക്കെ സാധാരണ എന്താ, വിശുദ്ധ പ്രവാചക തിരുമേനി പറഞ്ഞത്, ഒരു മനുഷ്യന്റെ അവസാനത്തെ കലാം, ആഖിറു കലാമി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹദീസ് അങ്ങനല്ലോ, സാധു എവിടുന്നോ കേട്ടതാ. ആഖിറു കലാമീന്ന്, കലാമീ എന്ന് പറഞ്ഞാൽ എന്റെ കലാമെന്നാ അതിന്റെ അർത്ഥം. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അതാ മൂപ്പരി പറഞ്ഞോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന അല്ലേ? ആലോചിച്ചു നോക്ക്. പക്ഷേ ഇവര് അടുത്ത സമയത്ത് ബാംഗ്ലൂരിൽ ഒരു മുഖാമുഖം നടന്നു. അഹ്സനിയാണ് അതിന് മറുപടി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കരഞ്ഞു പോവും, ബേജാറായി പോവും. ഈ അഹ്സനി പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. മുസ്ലിമീങ്ങളെ എന്തിനെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ ചോദ്യവും അതിനുള്ള മറുപടിയും ഞാൻ ആദ്യം വിശദീകരിക്കും. നിങ്ങളെ കേട്ടാ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക്, ഇപ്പോ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു, അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടി മരിക്കാൻ തൗഫീക്ക് തരണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമീങ്ങളെയും അത് തന്നെയാണ് ഷഹാദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ എന്ന് വിളിച്ചിട്ട്.
ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മൊഹിദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിച്ചു. ആ സമയത്ത് മരിച്ചു. ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാ അല്ലാഹ്. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ഷേഖ് ആവൂലേ എന്നാണ്. ഞാൻ പറയുന്നു, മുഹിയുദ്ദീൻ ഷേഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷേഖ് എന്ന് വിളിച്ചുന്ന മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ഷേഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ഷേഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട. മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകൂല. ആ മുഹിയുദ്ദീൻ ഷേഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. പൊട്ടിക്കരയാവേണ്ടത് മുസ്ലിം സമുദായത്തിന് ഈ ജാതി പുരോഹിതന്മാർ ചെയ്യുന്ന പണി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ശരിക്കും ഉൾക്കൊള്ളണം. ലോകത്ത് നിങ്ങൾക്കറിയാലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൊസൈറ്റി. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൊസൈറ്റിയിൽ നബി ജീവിച്ചിരിക്കെ തന്നെ ഒരുപാട് ആളുകൾ മരിച്ചു. ഒരുപാട് ആളുകൾ, ഒരുപാട് വലിയ സഹാബിമാർ. നബിയുടെ ഭാര്യ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, അവരാരെങ്കിലും റസൂലുള്ളാഹിന്റെ ചരിത്രത്തിലോ ഹദീസുകളിലോ ആയത്തുകളിലോ ഒരാൾ മരിക്കാൻ നേരം മൊയ്തീൻ ഷൈഖേ, മൊയ്തീൻ ഷൈഖേ, മൊയ്തീൻ ഷൈഖേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു മരിച്ചാൽ അത് ഇസ്ലാമിന്റെ വിളിയാവോ? അത് ഇസ്ലാമാവോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇവരെ പഠിച്ച ദീൻ ഏതാണ്? ഏതെങ്കിലും ഒരു സഹാബി മരിക്കാൻ കിടക്കുമ്പോ അള്ളാന്റെ റസൂലേ, അള്ളാന്റെ റസൂലേ, അള്ളാന്റെ റസൂലേ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറഞ്ഞ് മരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇബ്രാഹിം നബിയേക്കാൾ, മുഹമ്മദ് നബിയേക്കാൾ, അമ്പിയാക്കളെക്കാൾ, ഔലിയാക്കളെക്കാൾ ഇവർക്ക് മൊയ്തീൻ ഷൈഖ് എന്തുകൊണ്ട് വലുതായി എന്നൊരു പോയിന്റും കൂടി നിങ്ങൾ ഇതിൽ ചിന്തിക്കണം. എന്തിനായി പൊട്ടിക്കരഞ്ഞെന്നറിയും? നിങ്ങൾക്കൊക്കെ മനസ്സിലായത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടതാ പറയണമെന്നല്ലേ നമ്മൾ പറഞ്ഞേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചത് തടസ്സമാവുകയില്ല. അതല്ലേ നമ്മൾ പറഞ്ഞത്? ഇയാൾക്ക് മനസ്സിലായത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ട, ഷെയ്ഖ് ജീലാനിയെ വിളിച്ചാൽ മതി. ഇത് ഏത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയതാ? അത് അതിന്റെ ശേഷം തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ അത് കൂടി കേട്ടോ. അയാൾ അവിടെ കട്ട് ചെയ്തല്ലോ. കുറച്ചുകൂടി കേട്ടെങ്കിൽ വിഷയം വളരെ വ്യക്തമാവും. ഞാൻ ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു സാധു മനുഷ്യൻ എഴുന്നേറ്റിരുന്നു. അയാളുടെ ഒരു അനുഭവം പറയുന്നു. വിഷയം കൃത്യമാവും. അതുകൂടി ഒന്ന് കേൾപ്പിച്ചു. ബാംഗ്ലൂർ മുഖാമുഖത്തിൽ ഈ ചോദ്യവും ഉത്തരവും കഴിഞ്ഞ ഉടനെ ഉണ്ടായ സംഭവം കൂടി കേട്ടോ. അപ്പൊ കാര്യം വ്യക്തമാകും. ഇവരെങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് വെച്ചു കൊടുക്കും. ഞാൻ പറയുന്നു, മുഹിയുദ്ദീൻ ഷേഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ഷേഖ് എന്ന് വിളിച്ചുന്ന മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ഷേഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ഷേഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട. മുഹിയുദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകൂല. ആ മുഹിയുദ്ദീൻ ഷേഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. ഈ ചോദ്യത്തിന് എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിൻ്റെ വിധി ഉസ്താദ് പറഞ്ഞാൽ, അതായത് എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അസുഖമായിട്ട് കിടക്കുമ്പോൾ, സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ പനിയും വിറയലും വന്ന് ഏകദേശം സക്കറാത്തിൻ്റെ സമയത്ത് ബദരീങ്ങളേന്ന് എൻ്റെ ഉമ്മ വിളിച്ചു. ബദരീങ്ങളേന്ന് വിളിച്ച് വിറച്ചിട്ട് പൊന്തി ബദരീങ്ങളേന്ന് വിളിച്ച് അങ്ങ് കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ഉച്ചരിച്ച് എൻ്റെ അമ്മ മരിച്ചു. ഇതിൻ്റെ വിധി എന്താണെന്ന് സാർ? അൽഹംദുലില്ലാഹ്, നമ്മൾ പറഞ്ഞതിന് ഒരു അനുഭവം വിവരിച്ച എന്റെ സുഹൃത്തിന് നന്ദി. അതാ ഞാൻ പറഞ്ഞത്, ബദരീങ്ങളെ വിളിച്ചാൽ, മുഹിയുദ്ദീൻ ഷേഖിനെ വിളിച്ചാൽ അപ്പോൾ അവർ ഉടനെ ഇടപെടും. എന്നിട്ട് ആ ഇടപെടൽ കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ സഹായം. ആ സഹായം അവർ തരും എന്നതിന് അനുഭവം തന്നെ സാക്ഷിയാണ്. അഭിനന്ദനങ്ങൾ. കണ്ടോ നിങ്ങൾ എത്ര വ്യക്തമായി കാര്യം? അനുഭവം പിന്നെ പിൻവലിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ബദരീങ്ങളെ വിളിച്ചപ്പോൾ ആള് കാഫിറായിട്ടില്ല. കാഫിറായ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കുക. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന സഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ കടന്നു വന്നല്ലേ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്.
അപ്പൊ വളരെ കൃത്യമാണ് കാര്യം. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ സഹോദരങ്ങളെ വിഷയം മനസ്സിലായി കഴിഞ്ഞു. ഇനി ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ ആദ്യം ഘട്ട പ്രസംഗം മറന്നോ? ഏത് CP സലീം അവര് പറഞ്ഞല്ലോ, എന്ത് ഒരു വിളിയെ വിളിക്കാൻ പറ്റൂ, മറഞ്ഞ വഴിക്കുള്ള സഹായം ആരില്ലെന്ന്, അള്ളാഹുവിൽ നിന്ന് മാത്രം. ഇനി അത് ഞാൻ പൊളിക്കാൻ പോകണം. ശരിക്കും ശ്രദ്ധിച്ചു. മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മളെ വിഷയം. പണ്ട് പറഞ്ഞ വിഷയമാണ് ഞാൻ കൽപ്പിച്ചത്. ഒരു വിളി, മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രം. ഇതൊക്കെ ഇന്ന് അവര് തന്നെ പൊളിച്ചു. പൊളിക്കാൻ കാരണക്കാരാരാന്നറിയോ? അത് ആദ്യം പറയട്ടെ, ജിന്നാണ്. ജിന്ന് തന്നെയാണ്. ജിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനെ പിടിച്ചു കുലുക്കി. ഇപ്പോഴും അതിന്റെ ആഘാതത്തിൽ നിന്ന് ആ പ്രസ്ഥാനത്തിന് മോചനം കിട്ടിയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ കിട്ടാൻ ഞങ്ങൾ അനുവദിക്കൂല. നിഷാദ കൽപ്പിച്ചരാ. എത്രത്തോളം ബാലുശ്ശേരി പറയുന്നത്, മുജാഹിദുകൾക്ക് ഇപ്പോ ജിന്ന് എന്നുള്ള ആയത്ത് ഓതാൻ തന്നെ പേടിയാണ് അത്ര. ആ ആയത്ത് അവിടെ ഒഴിവാക്കി അപ്പുറം ഓതലാണ്. നിഷാദ ഞാൻ കൽപ്പിക്കും. നിങ്ങൾ മനസ്സിലാക്കണം എവിടെ എത്തി. ജിന്നുമായി ബന്ധപ്പെട്ട് ശരിക്ക് കേട്ടോളൂ. മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ഇത് എത്രനായി? സുബൈർ മങ്കട പോയതല്ലേ കൂട്ടത്തുനിന്ന്, CN അഹമ്മദ് വലി പോയതല്ലേ, എല്ലാ ലവലാദികളും ഈ കൗമെന്ന് പോയതാണ്. ചേകനൂര് മുജാഹിദായില്ലേ? മുജാഹിദ് മൂത്ത് അയാൾ ചേകനൂരായി. ഓരോന്നിങ്ങനെ മൂത്താണ് അകല. ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല എന്നയാള്. കുറച്ചു കഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞ് മത്തഹിയാത്ത് ഓതാൻ പാടില്ല, അവൻ ശിർക്കാണ്. കാരണം അതിന് നബിതങ്ങളെ വിളിക്കലുണ്ട്. CN അഹമ്മദ് വലി പോയി. അയാൾ പറഞ്ഞു ഖുർആനെന്നും പറഞ്ഞാൽ പോലെ ഒന്നുകൂടി ദുർവ്യാഖ്യാനിക്കണം. അതും പോയി. നിങ്ങൾ ശരിക്കും മനസ്സിലാക്ക്, എല്ലാ അതിഥികളും ലംഘിച്ചു. ഒടുവിൽ എന്തുണ്ടായി? ശരിക്ക് കേട്ടോ, മുജാഹിദ് രണ്ട് വിഭാഗമായിട്ട് മാറി. നമ്മളെ പാറന്നൂർ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ഇറമു, ഒന്ന് കോമു. എറണാകുളത്ത് സമ്മേളനം നടത്തിയ എറണാകുളം മുജാഹിദിനെ ഇറമു എന്ന് ഉസ്താദ് പേരിട്ടതാണ്. കോഴിക്കോട് സമ്മേളനം നടത്തിയ മടവൂർ വിഭാഗത്തിനെ കോമു എന്നും പേരിട്ടു. ചുരുക്കി പറഞ്ഞതാ ഞാൻ പറയുന്നത്. അങ്ങനെ രണ്ടെണ്ണായി. ഇപ്പൊ 2, 3, 4 ആയി. പിന്നെ ഇപ്പൊ എത്ര ആ ഗ്രൂപ്പാന്നുള്ള പിടുത്തം കിട്ടിയിട്ടില്ല അവിടെ ഉള്ളത്. അപ്പൊ ജിന്നാണ് അവിടെ. ജിന്നുമായി സംബന്ധിച്ച പഠനങ്ങൾ തന്നെയാണ് ഇവരെ വീണ്ടും പിളർത്തിയത്. സുല്ലമിനൊന്ന് കൊണ്ടുപോവാ. നമ്മുടെ വലിയ നേതാവ് സലാം സുല്ലമി, ഇത് അബ്ദുസലാം സുല്ലമി. ഇയാൾ ഇവർക്കൊക്കെ ഇത് പഠിപ്പിച്ച ആളാണ്. ഇയാൾ ഇപ്പൊ കടുത്ത യുക്തിവാദം. മടവൂർ വിഭാഗത്തിന്റെ നേതാവാണ്. അതിൽ തന്നെ 4 കേൾക്കുന്ന ഗ്രൂപ്പ്. ഇയാളൊക്കെ വലിയ മുജിത്തൈദാണ് അയാളെ വാദം. ഇയാൾ ജിന്നിനെ സംബന്ധിച്ച് പറഞ്ഞത്, ജിന്നി പറഞ്ഞാൽ ആരാ അറിയൂ? അത് കാട്ടിൽ താമസിക്കുന്ന കാട്ടാളന്മാർക്കാണ് ജിന്നി എന്ന് പറയാം. അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ്. ഇയാൾക്ക് നല്ല സുഖ. അതുകൊണ്ടാണ് ഇയാൾ നമ്മൾ കക്കൂസ് പോകുമ്പോൾ ഒരു ദിക്റല്ലോ നമ്മൾ, എന്താ അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബുതി വൽ ഖബായിസ്. എന്താർത്ഥം? അല്ലാഹുവേ, ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും കാവൽ ചോദിക്കുന്നു. സലാം സുല്ലമി പറഞ്ഞു, കക്കൂസിൽ അങ്ങനെ ഒരു ആൺപിശാചും പെൺപിശാചൊന്നും ഉണ്ടാവില്ല. കക്കൂസിൽ കൊതുകാൻ ഉണ്ടാവുക. അതുകൊണ്ട് എന്റെ അർത്ഥം ആൺകൊതുകിൽ നിന്നും പെൺകൊതുകിൽ നിന്നും കാവൽ ചോദിക്കുന്നു എന്നാണ്. അതുവരെ മാറ്റി, എല്ലാം മാറ്റി. ഇയാൾ പറയട്ടെ ജിന്ന് ആരാണ്? ഒന്ന് കേട്ടുന്നോളൂ. ഇയാളെ ജിന്ന് ഏതാണ്? ജിന്ന് എന്ന പദം കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കാൻ അറബി കവിതകൾ ധാരാളം ലിസാൻ അറബ് ഉദ്ധരിക്കുന്നുണ്ട്. കാമൂസ്, അറബി അംഗീകരിച്ച നിഘണ്ടുവാണ് കാമൂസ്. ആ ലിസാൻ അറബിലും കാമൂസിലും ധാരാളം അറബി പദങ്ങൾ ഉപയോഗിച്ചിട്ട് ഉദ്ധരിച്ചിട്ട് വരെ പറയാം ജിന്ന് എന്നുള്ളത് ഈ നാട്ടിക്കൊന്നും ഇറങ്ങാതെ കാട്ടിൽ മാത്രം താമസിക്കുന്ന കാട്ടാളന്മാർക്ക് വരെ പ്രയോഗിക്കുന്ന. പിന്നെ എന്തിനു ഉപയോഗിക്കും? നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത വൈറസ്, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ജീവിക്ക് ഉപയോഗിക്കും. അതിന് അറബി ഭാഷ ജിന്ന് തന്നെ പ്രയോഗിക്കുക, വേറെ പദമല്ല. അതായത് മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാത്ത ശക്തിയായ ഭൂതക്കണ്ണാടി മാത്രം വെച്ച് നോക്കുന്ന മൈക്രോബ് നമ്മൾ മൊത്തത്തിൽ പറയും. അതിന് ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. ഈ ജീവിക്കും അറബി ഭാഷയിലും എന്തെന്നെയാ പ്രയോഗിക്കുക? ഹദീസിലൊക്കെ എന്തെന്നെയാ പ്രയോഗിച്ചത്? ജിന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ജിന്ന് എന്ന് കാട്ടാളൻ, വൈറസ്, ബാക്ടീരിയ ഇതിനാ മൂപ്പര് പേരിട്ട്. മറ്റേ വിഭാഗത്തിനോ നമ്മളെ ബാലുശ്ശേരി നേരത്തെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ, ഔദ്യോഗിക ഗ്രൂപ്പ് APFL ഖാദർ മൗലവിനെ, അവർക്ക് പിന്നെ എല്ലായിടത്തും ജിന്ന. തേങ്ങ വലിച്ചിട്ടാൽ അവിടെയും ജിന്ന്, ക്ലോസറ്റിലും ജിന്ന്, എല്ലാ സ്ഥലത്തും ജിന്ന്. അത് ബാലുശ്ശേരി തന്നെ പറയുന്നുണ്ട്. മൗലവി ഓടുമ്പോൾ ജിന്ന്, മൗലവി വരുമ്പോൾ ജിന്ന്, എവിടെയും ജിന്ന. എന്ത് ചെയ്യുന്നു? കേട്ടോളൂ. ബാലുശ്ശേരി എന്നത് അതൊന്ന് അവതരിപ്പിച്ചോട്ടെ, അപ്പൊ മനസ്സിലാവുന്നത്.
അതാരാ മോനെ പോണത്? അത് ജിന്നാ മോനെ. ഈ വരുന്നതാരാ? അത് ജിന്ന് മൗലവിയാ മോനെ. ആ വരുന്നതാരാ? അള്ളാഹുവിന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ, ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ, യാഥാർത്ഥ്യം വിശദീകരിച്ചതിന്റെ പേരിൽ, യാ അയ്യുഹർ റസൂൽ, അല്ലയോ നബിയേ, ബല്ലി മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, നബിയേ അല്ലാഹ് നൽകിയത് മുഴുവനും വിശദീകരിക്ക് നബിയേ. അല്ലാഹ് എന്തിനെ കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞോ അതൊക്കെ വിശദീകരിക്ക് നബിയേ. അല്ലാഹനെ കുറിച്ച് എന്ത് പറഞ്ഞു അത് പറ നബിയേ. അമ്പിയാക്കളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ നബിയേ. മലക്കുകളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ നബിയേ. ജിന്നുകളെ കുറിച്ച് എന്ത് പറഞ്ഞോ അത് പറ നബിയേ. അപ്പൊ ഇയാൾ പറയുന്നത് ഇതൊക്കെ ജിന്നിനെ സംബന്ധിച്ച് നന്നായി പറയണമെന്നാണ്. ഈ മടവൂർ വിഭാഗത്തിന് നമ്മൾ വിടാൻ പറ്റൂലല്ലോ. അവർ ശക്തമായ യുക്തിവാദികൾ. ശക്തമായ യുക്തിവാദികൾ. സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. പിശാചിനെ സംബന്ധിച്ചുള്ള ഹദീസ് പോലും ഇവർ ഒഴിവാക്കി കളഞ്ഞു. നമ്മൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടത്തേക്ക് സിഹർ ബാധിച്ചു. ആ ഹദീസിനെ ഇവർ തള്ളിക്കളഞ്ഞു. ബുഖാരിയിലുള്ളതാ. മടവൂരികൾ മുജാഹിദ്, എല്ലാ മുജാഹിദും സമ. നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി അബൂ ഹുറൈറ തങ്ങളുടെ സമീപത്ത് ഇബ്ലീസ് വന്ന സംഭവം നമുക്കറിയാമല്ലോ. ആയത്തുൽ കുർസി പറഞ്ഞു കൊടുത്തില്ല അവസാനം. അതൊക്കെ തെറ്റാണത്ര. ഹദീസ് നിഷേധത്തിന്റെ ഏറ്റവും വലിയ മേഖലയിലാണ് സുല്ലമിയും പാർട്ടി ഇരിക്കുന്നത്. ഞങ്ങളത് പണ്ടേ പറഞ്ഞു. അബ്ദുസ്സലാം സുല്ലമി ഇവര് ഒന്നിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞു അയാൾ ഹദീസ് നിഷേധിയാണ്, ബുഖാരി അടക്കം അയാൾ തള്ളിക്കളയും. അപ്പൊ ബാലുശ്ശേരി കായക്കൊടി ടീം അന്ന് പ്രസംഗിച്ച എന്താ? അത് നിങ്ങൾ വെറുതെ പറയാണ്. ഞങ്ങളെ സുല്ലമി എങ്ങനെ ഹദീസ് നിഷേധിക്കോ? ഞങ്ങളെ സുല്ലമി എങ്ങനെ ഹദീസിനെ കുറ്റം പറയുമോ? ബുഖാരി തള്ളുമോ? ഇപ്പൊ കേട്ടോ, ഇയാൾ പറയാണ് സുന്നികളെക്കാൾ മോശമാണ് മുജാഹിദിന്റെ മടവൂർ ഗ്രൂപ്പ്. കാരണം എന്താ? സുന്നികൾ ബുഖാരിയെങ്കിലും സ്വീകരിക്കും, ഇവരാവും സ്വീകരിക്കൂല. നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ മിസ്റ്റർ അബ്ദുസ്സലാം സുല്ലമിയെ പോലെയുള്ള ആളുകൾ പച്ചയായ ഹദീസ് ദുർവ്യാഖ്യാനത്തിന്റെ ആളുകളാണെന്ന് ഇയാൾ തന്നെ അവതരിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടോളൂ. ഇത് നമ്മുടെ ആലിമീങ്ങളുടെ വിജയമാണ്. മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. മതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. മഹാനായ കാന്തപുരം ഉസ്താദ് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഈ പണ്ഡിതന്മാരൊക്കെ വളരെ ശക്തമായി സുല്ലമിയെ പോലെയുള്ള ആളുകളുടെ ഹദീസ് നിഷേധം അന്ന് പറഞ്ഞു. ഇവർ ചെവിക്കൊണ്ടില്ല. കേട്ടോളൂ. പുതിയ പ്രസംഗത്തിൽ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, അത്ഭുതമാണ്, ബുഖാരി പച്ചക്ക് തള്ളുന്ന ആളാണ് സലാം സുല്ലമി. കേട്ടോളൂ. ഇനി കേട്ടോളൂ. നബിയുടെ ഒരു ഹദീസ്, മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് സഹിയായി വന്നു. അതിനൊരാൾ നിഷേധിച്ച ഇസ്ലാമിന്റെ വിധി എന്താ? ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം നിഷേധിച്ച കാഫർ. എങ്ങനെ? സഹീൽ ബുഖാരി എന്ന് ഒരു ഹദീസ് ഒരാൾ നിഷേധിച്ചു. ഓൻ ആരാ? ഓൻ കാഫിറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോയവനാണ്. കാരണം ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മുഴുവൻ മാനദണ്ഡത്തോടെയും ഒരു ഹദീസിനെ നിഷേധിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന് വഹിയുണ്ട് എന്നതിനെ അവൻ നിഷേധിച്ചു. തീർന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സൂറത്തുൽ നജ്മ് 3-4 വചനങ്ങൾ. 3-4 വചനങ്ങൾ. ആ വചനത്ത് പറയുന്നത് അറിയോ? റസൂലുള്ള അഭീഷ്ടൻ സംസാരിക്കാറില്ല. എല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാ ദീന് പഠിപ്പിക്കുക. ആ നബിയുടെ ഹദീസ്, ആ ഹദീസ് വഹിയാണ്. ആ ഹദീസ് വഹിയാണ്. ആ വഹീനെ നിഷേധിക്കലാണ്. ഒരാളൊരു ഹദീസ് നിഷേധിച്ച എന്തൊക്കെ ഉണ്ടാവുക? റസൂലിനെ നിഷേധിച്ചു, ജിബ്രീലിനെ നിഷേധിച്ചു, അള്ളാഹിനെ നിഷേധിച്ചു. ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹിനെ അനുസരിച്ചു. 4-ാം അധ്യായം 80-ാമത്തെ വചനം. ആരെങ്കിലും റസൂലിനെ ധിക്കരിച്ചാൽ അവൻ അള്ളാഹിനെ ധിക്കരിച്ചു. അമാനമരിയുടെ തഫ്സീറിൽ ഇത് വിശദീകരിക്കുന്നിടത്ത് ആരെങ്കിലും ഒരു സഹിയായ ഹദീസ് നിഷേധിച്ചാൽ ഫലത്തിൽ അവൻ അള്ളാഹിനെ നിഷേധിച്ചവനാ. വിശ്വാസികളെ, മുഅ്മിനുകളെ, യുവാക്കളെ, ആവേശം മൂത്ത് ഹദീസ് നിഷേധിക്കണ്ട, ഹദീസ് നിഷേധിക്കണ്ട. തീർന്നില്ല. ഇനി ഞാൻ പറയുന്നത് ഇത്തിരി സോഫ്റ്റ് ആക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ പറയാണ്. ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടത്തിൽ, ശാന്തമായി പറഞ്ഞോട്ടെ, ഒരു കാലഘട്ടത്തിൽ ഇന്നും സമസ്തക്കാരില്ലേ, APK സുന്നികള്, അവരോട് ബുഖാരിയിലുണ്ട്, എടാ ബുഖാരിയിലുണ്ട്, മുലിയരെ ബുഖാരിയിലുണ്ട്,
മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാൽ മൊയിലേര് പറയണം എന്താ അറിയോ? ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യും. ഇല്ലെന്ന് നിങ്ങൾ പറയില്ല, ഉണ്ടെങ്കിൽ സ്വീകരിക്കണ്ട. പക്ഷെ നിങ്ങൾ വ്യാഖ്യാനിച്ച പോലെ ആയിരിക്കൂല. നേരെ പഠിച്ചൊരു മടപൂരിയോട്, കരിമ്പിലാക്കലിനോട് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓൻ പറയെന്താ? ബുഖാരിയിലല്ലേ. ധ്വനിയുണ്ടോ? ബുഖാരിയിലല്ലേ. മനസ്സിലായോ? മുസ്ലിമിലെ ഹദീസ് ഉണ്ട്, മുസ്ലിമിലല്ലേ. അല്ലേ? ടോണ് മാറിയുണ്ടോ? സുന്നി സമൂഹം ഈ ഹദീസ് ഗ്രന്ഥം സ്വീകരിക്കുന്നതിനേക്കാൾ മോശം. ഇതാണ് ചേകന്നൂർ മൗലവിക്ക് സംഭവിച്ചത്. ഇനി നിങ്ങൾ എന്നെ ആലോചിച്ച ഒരു രസത്തിൽ ഞാൻ അവതരിപ്പിച്ചുതരാം. കരിമ്പിലാക്കൽ മൂപ്പരെ വീട്ടിലേക്ക് കയറിച്ചില്ല, സലാം സുല്ലമി മൂപ്പരെ വീട്ടിലേക്ക് കയറിച്ചില്ല. അവന്റെ മൂപ്പര ഒരു കുട്ടി ബുഖാരി എടുത്തിട്ട് ഇങ്ങനെ വായിക്കണേ. ഉടനെ തന്നെ സുല്ലം, മോളെ വായിക്കല്ലേ, ബുഖാരി വായിക്കല്ലേ, എനിക്ക് തിരിയൂല. അതിൽ സ്വീകാര്യായതും അല്ലാത്തതുണ്ട്, സ്വീകാര്യായതും അല്ലാത്തതുണ്ട്. മോളെ അതുകൊണ്ട് സ്വീകരിക്കണ്ടോ? ഇബിലീസ് ബുഖാരി താഴെ വെപ്പിച്ച്, സുല്ലമ്മീനെ കൊണ്ട് ഇബിലീസ് ബുഖാരി താഴെ വെപ്പിച്ച്, ചേകന്നൂരിനെ കൊണ്ട് വെപ്പിച്ച്, CN മുഹമ്മദ് മൗലവിനെ കൊണ്ട് വെപ്പിച്ച്, ഓറിയന്റലിസ്റ്റുകളെ കൊണ്ട് വെപ്പിച്ച്, ഇതാ ഇവിടെ ഒരു പട്ടം മൗലവിമാരെ കൊണ്ട് വെപ്പിച്ച്. അതാരാന്നുള്ളതാണ് ഈ പറയാനുള്ളത്. ശരിക്കും കേട്ടല്ലോ? ചേകനൂര്, അതുപോലെ തന്നെ നമ്മളെ CN അഹമ്മദ് മൗലവി, സലാം സുല്ലമി, ഇവരൊക്കെ ഹദീസ് നിഷേധത്തിന്റെ ആളാന്ന് പറഞ്ഞല്ലോ. ഇനി സൂചിപ്പിച്ചു വെച്ച കുറച്ച് ആളുകളുണ്ട്, AP അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള പലരും അതിലാണ് എന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഞാനത് വ്യക്തമാക്കാൻ പോവാണ്. കേട്ടോളൂ, ഓരോന്നും തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഉണ്ടാക്കി? വലിയ ആളെന്നെ ഒന്നുകൂടി കൊണ്ടുപോവാ. ശരിക്കും കേട്ടോ, ഞാൻ പറഞ്ഞ നേരത്തെ ആ പോയിന്റ് ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ച് മനസ്സിലാക്കണം. അഥവാ ഒറ്റ വിളി, മറഞ്ഞ വഴിക്കുള്ള സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രം. അത് തകർന്നത് എപ്പോഴാ? ജിന്ന് വന്നപ്പോഴാണ്. എന്നെയാണ് ജിന്നുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കേൾപ്പിച്ചത്. ഇനി വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരുന്നു. ഇത് സലാം സുല്ലമി ഇയാൾ പറയുന്നത് കേട്ടോളൂ. ഇതാണ് ശരിക്കും മുജാഹിദ്. നമ്മളെ കുഞ്ഞീദ് മദനി മർമൗലയൊക്കെ പഠിപ്പിച്ചത് അയാൾ പറയാൻ പോകുന്നു. എന്തായുള്ളതെന്നറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ ഉള്ള സഹായം, നമ്മൾ നേർക്കുനേരെ അല്ലാതെയുള്ള സഹായം, അത് നന്മയായാലും തിന്മയായാലും അള്ളാഹുവിൽ നിന്ന് മാത്രം. അത് പറയുന്നത് കേട്ടോ. എന്നിട്ട് അങ്ങനെയല്ല എന്ന് പറയുന്ന ആളെ ഞാൻ അടുത്ത് കാണിച്ചു തരും. ഇയാൾക്ക് ഒരു അവസരം കൂടി നമ്മൾ കൊടുക്കുന്നു. സലാം സുല്ലമിന്റെ സംസാരിക്കട്ടെ. എന്നത് തിരിച്ചയക്കുവാനും അയക്കുവാനും മറഞ്ഞ മാർഗത്തിലൂടെ നന്മ വരുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറഞ്ഞ മാർഗത്തിൽ തിന്മ വരുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസത്തിൽ കുറവ് വരുമ്പോൾ സിഹറിൽ വിശ്വാസം ഉണ്ടാവും. നോക്കണം നിങ്ങൾ. അതായത് ഒരു പണ്ഡിതന് കർമാനുഷ്ഠാന വിഷയത്തിൽ അറിയാത്തൊരു വിഷയം പിന്നീട് അറിഞ്ഞു വരും. പക്ഷെ ഇവിടെ ഈ സിഹർ ബാധിക്കാതൊക്കെ തൗഹീദിനെതിരെന്നാ പറയുന്നത്. കാരണം അഭൗതികമായ മാർഗത്തിലൂടെ നന്മ വരുത്താൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. അഭൗതിക മാർഗത്തിലൂടെ തിന്മ വരുത്താനും അള്ളാഹുവിനെ സാധിക്കുള്ളൂ. അത് ഏകദൈവ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ വിശ്വാസക്കുറവ് വരുമ്പോഴാണ് സിഹറിൽ വിശ്വാസം ഉണ്ടാവുക. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, നമ്മളത് സാധാരണ വിഷയം പോലെ ആവരുത് എന്ന് പറഞ്ഞ ഫിഖിയായ വിഷയം പോലെയല്ല. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഏത് പ്രശ്നങ്ങൾ എന്താണ് അല്പം മുമ്പ് വരെ ഈ പണ്ഡിതന് തൗഹീദ് എന്താണെന്ന് അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? മറഞ്ഞ മാർഗത്തിലൂടെ നന്മ വരുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറഞ്ഞ മാർഗത്തിൽ തിന്മ വരുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസത്തിൽ കുറവ് വരുമ്പോൾ സിഹറിൽ വിശ്വാസം ഉണ്ടാവും. നോക്കണം നിങ്ങൾ. അതായത് ഒരു പണ്ഡിതന് കർമാനുഷ്ഠാന വിഷയത്തിൽ അറിയാത്തൊരു വിഷയം പിന്നീട് അറിഞ്ഞു വരും. പക്ഷെ ഇവിടെ ഈ സിഹർ ബാധിക്കാതൊക്കെ തൗഹീദിനെതിരെന്നാ പറയുന്നത്. കാരണം അഭൗതികമായ മാർഗത്തിലൂടെ നന്മ വരുത്താൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. അഭൗതിക മാർഗത്തിലൂടെ തിന്മ വരുത്താനും അള്ളാഹുവിനെ സാധിക്കുള്ളൂ. അത് ഏകദൈവ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏകദൈവ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പച്ചനോണ പറഞ്ഞ മറഞ്ഞ വഴിക്കുള്ള സഹായവും മറഞ്ഞ വഴിക്കുള്ള തിന്മ നന്മ ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് മാത്രം. ഇനി അത് പൊളിയാൻ പോകുന്നു. ശരിക്കും കേട്ടോ, ഇയാള് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ പുതിയ താരം സക്കരിയ. ഇതുവരെ മുജാഹിദുകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന വലിയ ആനത്തലയായി കൊണ്ടുവന്ന മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രം. ഇയാൾ ഗവേഷണം ചെയ്തു. ഇയാൾ പറഞ്ഞു, ഞാൻ ഒരുപാട് കാലം അത് പ്രസംഗിച്ച് നടന്നിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് തെറ്റാണെന്ന്. കുഞ്ഞീദ് മദനിയും ഉമർ മൗലവിയും പഠിപ്പിച്ച തൗഹീദില്ലേ, ഇസ്ലാമിനെ നശിപ്പിക്കാൻ കൊണ്ടുവന്ന വാദഗതി CP സലീം നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം കൂടി ഇയാൾ തകർക്കാൻ പോകണം. ഒന്നാമത്തെ പോയിന്റ്
ഇടിച്ചു തകർക്കാണ് ഇയാൾ. ഇനി മുജാഹിദ് സമില്ല, ഇയാൾ തൗബ ചെയ്യുകയാണ്. ഇതുവരെ ഞാൻ പറഞ്ഞതും തെറ്റി, സലാം സുല്ലമി പഠിപ്പിച്ചതും തെറ്റി, ഞങ്ങളെ പ്രസ്ഥാനം പഠിപ്പിച്ചത് മുഴുവനും തെറ്റാണ്. കേട്ടോളൂ, അവസാനം ഇയാൾ തൗബ ചെയ്യുന്നു. ഈ സലാം സുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. പുറത്ത് 2 എണ്ണം കൊടുക്ക വേണ്ട, പോയില്ലേ? മറഞ്ഞ മാർഗത്തിലൂടെ അള്ളാഹിനോട് മാത്രം ഇയാൾക്ക് മനസ്സിലായത്രേ, അത് തെറ്റാണ്. അയാൾ തൗബ ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനത്തിന് ആരാ തകർത്ത്? ഞങ്ങളാണോ? നമ്മളാണോ? ജിന്ന് വന്നു, അപ്പൊ ജിന്നിൽ നിന്ന് സഹായം കിട്ടുന്നവർ വാദിച്ചു. ജിന്നിൽ നിന്നുള്ള സഹായം നേർക്ക് നേരെയാണോ? അല്ല. അപ്പൊ ഇയാൾക്ക് പറയേണ്ടി വന്നു, മറഞ്ഞ വഴിക്കുള്ള സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമെന്ന വാദം തെറ്റാണ്. തൗബ ചെയ്യേണ്ടി വന്നു അയാൾക്ക്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരൊറ്റ ആശയം ഇങ്ങനെ മാറ്റേണ്ട ഗതികേട് വന്നിട്ടില്ല. വഹാബിസത്തിന്റെ 1-ാം തീയതി മുതൽ ഇവര് പറഞ്ഞ വാദം പൊളിഞ്ഞ് പാളീസായി. അതുകൊണ്ട് തന്നെ മൗലവിമാർ പേടിച്ചു. ജിന്നിനെ കുറിച്ച് പറയാൻ വരെ പേടിച്ചു. സക്കരിയ സലാഹിനെ ന്യായീകരിച്ചുകൊണ്ട് മിസ്റ്റർ ബാലുശ്ശേരി പറഞ്ഞു, തെറ്റ് മനസ്സിലാക്കിയ തിരുത്തണം. അത് എത്ര വലിയ വിഷയമായാലും നിലപാട് നന്നാക്കണം. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ചില മൗലവിമാർക്ക് ജിന്നിനെ കുറിച്ച് പറയാൻ തന്നെ പേടിയാണ്. ജിന്നുള്ള ആയത്ത് പോലും പറയാത്ത അവസ്ഥയപ്പുള്ളത്. അത് പറ്റൂല, നയം തെറ്റാണെന്ന് മനസ്സിലായാൽ തിരുത്തണം. അപ്പൊ KM മൗലവിക്ക് തിരിഞ്ഞില്ല, കുഞ്ഞീദ് മദനിക്ക് തിരിഞ്ഞില്ല, സലാം സുല്ലമിക്ക് തിരിഞ്ഞില്ല. 921 മുതൽ നിങ്ങൾ തുടങ്ങിയ നിങ്ങളൊരൊറ്റ മൗലവിക്കും തിരിഞ്ഞില്ല. 2012 വരെയുള്ള സകല മുജാഹിദും നരകത്തിലാണെന്ന് പങ്കക്ക് സമ്മതിക്കേണ്ടി വന്നു. ബാലുശ്ശേരി സക്കരിയ സലാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനുയായി ആട്ടോ. രണ്ടും ശരിയാവും, ഏകദേശം രണ്ടും ഒരേ രൂപത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അയാൾ പറയുന്നത് കേട്ടോ, കണ്ണൂർ പ്രസംഗത്തിൽ നിന്ന് തന്നെ നിങ്ങൾ കേട്ടോ. പറയട്ടെ, ഞാനൊരു അല്പ ഫാസ്റ്റ് കുറച്ചിട്ട് പറയാം, ബാസ് കുറച്ചിട്ടും പറയാം കേട്ടോ. അർത്ഥം കേട്ടോ. നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിന് ശേഷം മറച്ചുവെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കും. ഇപ്പൊ ജിന്നിനെ പറ്റി അള്ളാഹു പറഞ്ഞു ഒരായത്തില്. ആ ആയത്തിനെ തിരുത്തുക, ആ ആയത്തിനെ മാറ്റുക. പാതകമല്ലേ? അപരാധമല്ലേ? അപകടമല്ലേ? വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് എന്ത് പറ്റി? ആരെ കാത്തിരിക്കുക? അള്ളാന്റെ കിതാബിനെതിരെ പ്രവർത്തിച്ച സ്വർഗം തരാന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? അള്ളാഹ് അവതരിപ്പിച്ച തെളിവ് കണ്ണ് കണ്ടിട്ട് അത് ചില ആളുകൾക്ക് വേണ്ടി പറയാതെ മൂടി വെച്ചാൽ അള്ളാഹ് ശപിക്കുന്നു. എല്ലാ മലക്കുകളും ഒന്നടങ്കം ശപിക്കുന്നു. സഹോദരിമാരെ, പറ, അള്ളാന്റെ ശാപകോപങ്ങൾ കിട്ടുന്ന ആളാകണോ നമ്മള്? പറയ്, പടച്ച തമ്പുരാന്റെ ശാപകോപങ്ങൾക്ക് നമ്മൾ പാത്രീഭൂതരാകണോ? എന്നിട്ട് അള്ളാഹ് ഒരു കാര്യം കൂടി പറഞ്ഞു തൊട്ട് താഴെ, എന്നാ മൂടി വെച്ച കാര്യം ശരിക്കും ജീവിതത്തിൽ മൂടി വെച്ചു, പക്ഷെ പിന്നെ പശ്ചാത്തപിച്ചു. പിന്നെയോ വസ്ലഹു വബയ്യനു, നിലപാട് നന്നാക്കി വിശദീകരിച്ചു കൊടുത്തു. വിശദീകരിച്ചു കൊടുത്താലോ അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കുന്നു. കണ്ടോ, ഉള്ളതുപോലെ. എനിക്കറിയാം, വളരെ പ്രഗത്ഭനായ ഒരാൾ പറയാൻ, ഞാൻ ഖുർആനിൽ ശൈത്താനെ കുറിച്ചും ജിന്നിനെ പറ്റി ആയത്ത് കണ്ടാൽ ഞാനതങ്ങ് മാറ്റിവെക്കും, അതല്ലാത്ത ഞാൻ ഖുത്ബ പറയും. ഇവനാരാ? ആലോചിക്ക്, ഇവിടുത്തെ പ്രശ്നം നിസാരല്ലോ. വിശ്വാസി സമൂഹമേ, ഇതര മുസ്ലിം സംഘടനകളെ, നിസാരല്ല, നരകത്ത് പോകുന്ന പ്രവൃത്തിയാ. മൂടിയക്കരുത്, പറഞ്ഞോളണം. ദീനിന്റെ തെളിവുകളെ മറച്ചു വെക്കാനുള്ളതല്ല, പറയാനുള്ളതാ. മൂടി വെക്കാനുള്ളതല്ല, പറയാനില്ല. നാട്ടുകാരെന്ത് വിചാരിക്കും? അല്ലെന്ത് വിചാരിക്കടോ? എടോ, നിന്നെ സൃഷ്ടിച്ച പടച്ചോൻ എന്ത് വിചാരിക്കും? നാഥൻ എന്ത് വിചാരിക്കും? ഓർത്തില്ല. ചിന്തിക്കണേ, തീർന്നില്ല. അതെങ്ങനെ പോകും? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഈ രൂപത്തിലാണ്. എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാ. പരസ്പരം മുജാഹിദികൾ തന്നെ കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 921 ശേഷം നിങ്ങൾ
5 6 തവണ പിളർന്ന് തരിപ്പണമായി. എന്തേ കാരണം? ഒക്കെ തൗഹീദ അല്ലേ? സിയനഹ് വലി പോയി, ചേകലൂര് പോയി, മംഗളക്കാരൻ പോയി, ഇപ്പൊ ഒടുവിൽ മടവൂരി പോയി, ഇപ്പൊ സക്കരിയാസലായും ബാലുശ്ശേരിയും 2 ഗ്രൂപ്പിലായി അല്ലേ? പണ്ട് സംവാദം നടത്തിയില്ലേ മഞ്ചേശ്വരത്തും ഇടമുട്ടത്തൊക്കെ? കായക്കുടി ഹരീഫും വരും, സക്കരിയാസലായും കൂടി. ഇനി ഭൂലോകത്ത് അങ്ങനെ സംവാദം ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം എന്താ? സക്കരിയാസലായി ഒരു ഭാഗത്ത്, കായക്കുടി വേറൊരു ഭാഗത്ത്. കായക്കുടി നമ്മളെ മൗലവിയുടെ കൂട്ടത്തിലാണ്. സക്കരിയാസലായി ബാലുശ്ശേരിയുടെ കൂടെ ജിന്നി ഗ്രൂപ്പിലാണ്. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞൊരു പോയിന്റ്, മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായം അല്ലാഹുവിൽ അത് പൊളിച്ച് അൽഹംദുലില്ലാഹ് ഒന്ന് പോയി. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞ രണ്ടാമത് കേട്ടോ? അള്ളാഹിനെ മാത്രം വിളിക്കണമെന്നല്ലേ? ഒരു ബസ് സ്റ്റോപ്പിലോ അള്ളാഹിനെ മാത്രം വിളിച്ചാലേ ശരിയാവുള്ളൂ. കാരണം ദൂരെ നിന്ന് വിളിച്ചാൽ ആരെ കേൾക്കുള്ളൂ? അത് അള്ളാഹ് മാത്രമേ കേൾക്കുള്ളൂ. അതും പറഞ്ഞു കേട്ടോ. അയാളെ അത് പഠിക്കാൻ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന് ആയുസില്ലാതെ നമ്മൾ വെറുതെ പറഞ്ഞതല്ല. അവർ പറഞ്ഞതൊക്കെ അവർ തന്നെ തകർത്തു. മറിഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായം അത് അല്ലാഹുവിൽ നിന്ന് മാത്രമെന്ന വാദം പൊളിഞ്ഞു. ഇനി രണ്ടാമത്തെ വാദം പൊളിയുന്നു. ദൂരെ നിന്ന് വിളിച്ചാൽ അല്ലാഹ് മാത്രം. പണ്ട് പറഞ്ഞു, ഇപ്പൊ പറയുന്നു അല്ല, നമ്മളെ ജിന്നുകൾക്ക് എത്ര ദൂരെയുള്ള സാധനവും എടുത്തുകൊണ്ടുവരാൻ കഴിയും. കേട്ടോ പറയാം. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും, അവന്റെ കൈവിൽപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കൈവിൽപ്പെട്ട കാര്യമാണ്. പിന്നെ പൗലിയാക്ക വിഷയത്തിൽ മാത്രം എത്ര ദൂരത്തുള്ള സാധനവും നിങ്ങളെ ജിന്നിനെ കൊണ്ട് കൊണ്ടുവരാൻ കഴിയും. ആരാണ് ജിന്നിന് കൈവിടുത്ത്? അത് അല്ലാഹ്. അല്ലാഹ് ഔലിയാക്കളെ കൈവിടുത്ത നിങ്ങൾ എന്തിനാ ബേജാറാണ്? ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു തആല ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല കയ്യും കണക്കുമില്ലാതെ നൽകുന്നവനാണ്. വ്യക്തമായില്ലേ? വ്യക്തമായില്ലേ? ആർക്കാതെ മനസ്സിലാകാത്തത്? സുലഭിയെ കൊണ്ടുപോവാ, അയാൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ തന്നെ ടച്ച് പരസ്പരം പണി ചെയ്യുന്ന പോലെ. കാരണം എന്താ? എത്ര ദൂരമുള്ള സാധനം കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇയാൾ പറഞ്ഞ സക്കരിയാസ്ലായി, അയാൾ ഉസ്താദ് 6 കൊല്ലം പഠിപ്പിച്ച ഗുരുനാഥൻ. ഗുരുനാഥന് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. ആത്ര ചെയ്യാൻ കലക്കുന്നുണ്ട് ഗുരുനാഥനോട്. അല്ല, അതുകൊണ്ടുള്ള ശിഷ്യനാ. ഗുരുനാഥൻ മോശമല്ല. ഗുരുനാഥൻ പറഞ്ഞു, സക്കരിയ എന്റെ ജിന്നി എത്ര ദൂരമുള്ള സാധനം കൊണ്ടുവരും സഹായിക്കും. ദൂരമുള്ളൊന്നും വേണ്ടോ? എന്റെ റൂമിൽ ഉസ്താദിന്റെ വെല്ലുവിളി, എന്റെ റൂമിലുള്ള ഒരു സാധനം ഞാൻ പറയാതെ പറഞ്ഞു, അതിൽ എന്റെ ശൈത്താനെ നിർത്തുകൊണ്ട് വാ. നോക്കുങ്ങൾ എവിടെ എത്തിയവർ ഇവർ തമ്മിൽ തന്നെ ഭയങ്കര അടിപിടി. കേട്ടോളാൻ പറയട്ടെ. കോട്ടെ, ഞാൻ വെല്ലുവിളിച്ചാൽ തയ്യാറുണ്ടോ? എന്റെ റൂമിൽ ഒരു ഷെഡ് എടുത്ത് കാണാൻ പുറത്ത് കുടിച്ചോ പിശാചിനെ പൂജിച്ചിട്ട്? എന്തെല്ലാം സാധനം അവിടെ വെല്ലുവിളി. ദൂരം സഹായിക്കാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. പൊളിഞ്ഞു പാലിസായി എണ്ണിക്കോ നിങ്ങൾ. ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. തകർന്ന് പിളർന്ന് വീണ്ടും തകർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് മതമെന്ന് ആലങ്കാരിക പ്രയോഗമല്ല. എണ്ണിക്കോളൂ. മറിഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായം പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞു. ദൂരെ നിന്നുള്ള സഹായം അല്ലാഹു മാത്രം പൊളിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് കേട്ടോ, അഭൗതിക സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രം. മോനെ, ഏതായി അഭൗതികം? തല്ല് തുടരുന്നു. കൊണ്ടുവാ ഫൈസൽ മുസ്ലിയാർ. ഞാൻ കാണിച്ചിട്ടാം. ഇവരുടെ വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 1-ാം തീയതി മുതലുള്ള സർവ്വവാദവും പൊട്ടിപ്പൊളിഞ്ഞുപോയി. മുജാഹിദ് പ്രസ്ഥാനത്തിന് നല്ലത് ഒരൽപ്പം ക്യാഷ് ചെലവഴിച്ച് പ്രസ്ഥാനത്തെ തന്നെ ഒരു കയറിൽ കുടുക്കിയിട്ട് കൊല്ലലാണ്. കാരണം ഇനി അതിന് നിലനിൽപ്പില്ല. ഇത് ഫൈസൽ മൗലവി, ഇയാൾ പണ്ട് നടത്തിയ പ്രസംഗങ്ങൾ ആദ്യം കേൾപ്പിക്കാൻ പോവാണ്. ഇവർ പ്രസംഗിച്ചത് വരെ താലൂക്കാൻ വരികയാണ്. അതാണ് ഞാൻ കാണിക്കുന്നത്. ഇയാള് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ക്ലിപ്പിട്ടാ പ്രസംഗിക്കുന്നത്. നെല്ലിക്കുത്ത് ഉസ്താദ് തന്റെ ഒരു പ്രഭാഷണത്തിൽ പുളിക്കൽ മുഖാമുഖത്തിൽ പറഞ്ഞു, മലക്കുകൾ വരെ സഹായിക്കും, അതുപോലെ തന്നെ ജിന്നുകൾ സഹായിക്കും. ഇത് പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞു, കണ്ടോ എന്താ നെല്ലിക്കുത്തിന്റെ അവസ്ഥ? മലക്കുകൾ വരെ അഭൗതിക മാർഗങ്ങളിലൂടെ സഹായിക്കുന്നതായി പറയുന്നത് എന്ത് പറ്റിയവർക്ക്? ഇയാൾ പ്രസംഗിച്ചു നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ക്ലിപ്പിട്ടു. കുറച്ചു കാലം കഴിഞ്ഞ് ഇവരും പറഞ്ഞു ജിന്ന് സഹായിക്കും. അപ്പൊ അപ്പുറത്തെ മുജാഹിദ് നെല്ലിക്കുത്ത് ഉസ്താദിനെ ക്ലിപ്പറ്റിയാണ്.
കുറച്ച് കഴിഞ്ഞപ്പോ ഇയാളെ ക്ലിപ്പേറ്റ് മറ്റേ വിചാരി. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് പണ്ട് ഞങ്ങളോട് പറഞ്ഞോ അത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യം ഇയാൾ പറയട്ടെ. എന്താണ്? ഏതും ചെയ്യാൻ, ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ഏതും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് വരെ അവിടുന്ന് മുജാഹിദുകളുടെ ചോദ്യത്തിന് ഫത്വയായി കൊടുത്തത് നിങ്ങൾ ആദ്യം കാണുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ. മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ കണ്ടങ്ങള്, അഭൗതികമായ സഹായങ്ങൾ പോലും അല്ലാഹുവല്ലാത്ത ആളുകൾ ചെയ്യും. അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താ? നേക്കുന്നതിനുള്ള ആ നേക്കുന്നതിന് ചെയ്യുന്ന സഹായമല്ലാത്തത്. നേക്കുന്നതിനുള്ള സഹായം ഉണ്ടല്ലോ, ആ സഹായം അല്ലാഹു അല്ലാത്തവർ ചെയ്യുമെന്ന് പറഞ്ഞത് ഇയാൾ വലിയ അത്ഭുതത്തോടെ നോക്കിക്കാണുക അല്ലേ? മലക്കുകൾ സഹായിക്കുമെന്ന് മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, ഉസ്താദ് പറഞ്ഞപ്പോൾ നിങ്ങൾ പരിഹസിച്ചില്ലേ? ക്ലിപ്പിട്ടുകൊണ്ട് ചോദ്യം ചെയ്തു. കൊണ്ടുവാടുത്ത മൗലവിനെ, കരിമ്പിലാക്കൽ മൗലവിനെ കൊണ്ടു അബ്ദുൽ ലത്തീഫ് മൗലവി കരിമ്പിലാക്കൽ. ഇയാൾ എന്താ പറഞ്ഞത്? പുതിയ പ്രസംഗത്തിൽ അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞു, ഫൈസൽ മൗലവി നിങ്ങളെ കഥ എന്താ? നെല്ലിക്കുത്ത് ഉസ്താദിനെ ഉപദേശിക്കാൻ നിങ്ങൾ ആര്? നെല്ലിക്കുത്ത് ഉസ്താദിന്റെ വാദം തന്നെയല്ലേ നിങ്ങൾക്കുമുള്ളത്? നിങ്ങളും അംഗീകരിച്ചില്ലേ? നെല്ലിക്കുത്ത് ഉസ്താദിന്റെ കറാമത്താണത്. പണ്ട് ഏത് വിഷയത്തിലാണോ നെല്ലിക്കുത്ത് ഉസ്താദിനെ നിങ്ങൾ കൊണ്ടുവന്ന അതേ വിഷയത്തിൽ നിങ്ങൾ മറ്റുള്ളവർ കൊണ്ടുവന്നു. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അഭൗതികമായ സഹായങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള പല മാർഗങ്ങളും ഇവിടെ സമർത്ഥിക്കുകയാണ്. എന്നാൽ അത് ശരിയല്ല എന്നാണ് അവരോട് മറുപടി പറയുമ്പോൾ നമ്മൾ ഫൈസൽ മുസ്ലിയാർ സംസാരിക്കുന്നത്. ഫൈസൽ മുസ്ലിയാരാണോ അല്ല എന്നുള്ളത് വേറെ പറയണം, അത് മൗലവിമാർ തീരുമാനിക്കേണ്ട കാര്യം. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ അതേ നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് അതേ വാദം എന്താ ഞാൻ ശേഷം കൊണ്ടുവരും. എവിടെ എത്തി നിങ്ങൾ? എല്ലാം പൊളിഞ്ഞു. എണ്ണിക്കോ നിങ്ങൾ. ഭൗതികം അഭൗതികം എപ്പോഴാണോ ഭൗതിക, എപ്പോഴാ ഒന്ന് അഭൗതിക തീരുമാനമായിട്ടുണ്ടോ? ഇല്ല. ഒരാൾ പറഞ്ഞു ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞാൽ ഉസ്താദേ കണ്ണുകൊണ്ട് കാണാത്തതൊക്കെ അഭൗതികം. അല്ലല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് അഭൗതികം. തീരുമാനമായിട്ടില്ല. ചെയ്യാവുന്ന വരെ നിങ്ങൾക്ക് തീരുമാനം ആവൂല. കണ്ണുകൾ ഇത് വേറെ, ഇത് മടങ്ങൂർ തന്നെ. ഇയാൾ പറഞ്ഞു സക്കരിയ സലായി അടക്കമുള്ളവർ വലിയ നേതാവാണ്. ഞാൻ പറയുന്നത് അഭൗതികം എന്ന് പറഞ്ഞാൽ പാകം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. എങ്ങനെ പിടുത്തം കിട്ടിയ? സമുദായത്തെ നശിപ്പിച്ച നിങ്ങൾ ഇനി എന്തിനാണ് എഴുതിയിരിക്കുന്നത്? ഇയാൾ അഭൗതികം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കേട്ടോളൂ. അഭൗതികം എന്ന് പറഞ്ഞാൽ എന്താണ്? അഭൗതികം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്കോ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്കോ പിടുത്തം കിട്ടാത്തതാ അഭൗതികം. ആ അഭൗതിക ജീവികളിൽപ്പെട്ടതാണ് ജിന്നും മലക്കും. കണ്ണുകൊണ്ട് കാണുമോ? നമുക്ക് കാണാൻ കഴിയോ? ഇന്നഹു യറാക്കും ഹുവ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും. ഇബ്ലീസും കൂട്ടരും നിങ്ങൾ അങ്ങോട്ട് കാണും. ഏത് രൂപത്തിൽ? മിൻ ഹൈസു ലാ തറൗനഹു, അങ്ങോട്ട് നിങ്ങൾ കാണാത്ത വിധം. നമ്മൾ അങ്ങോട്ട് കാണൂല, അവരിങ്ങോട്ട് കാണും. ആരെങ്കിലും മലക്കനെ കണ്ടുപോലുണ്ടോ? അപ്പോൾ മലക്കുകളും ജിന്നുകളും ഭൗതികമാണ് എന്ന് പറഞ്ഞിട്ട് അവരോട് സഹായം തേടാം എന്നാണ് നമ്മളെ സക്കരിയ സലാഹിൻ്റെയും ജബ്ബാർ മൗലവിൻ്റെ ഒക്കെ വാദം. ശരിയല്ല. ശരിയല്ലാണെങ്കിൽ ശരിയാകണ്ടേ? നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഭൗതികം അഭൗതികം പൊളിഞ്ഞു. എന്തെല്ലാം മാനദണ്ഡം മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ അതെല്ലാം പൊളി. ഇനി എണ്ണിക്കോതൊക്കെ ആ ഒറ്റ വാദത്തിൽ നിന്നുണ്ടായതൊക്കെ ഏത്
അള്ളാനെ മാത്രം വിളിക്കണം, കണ്ണ് കാണാത്ത മൊയ്തീൻ ശേഖരെ വിളിക്കാൻ പാടില്ല, ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല. അതിന് കുറെ ഉസൂല് അടിസ്ഥാന നിയമം അങ്ങനെ ഉണ്ടാക്കി. മറിഞ്ഞ മാർഗത്തിലൂടെ സഹായം അല്ല മാത്രം അത് പൊളിഞ്ഞ്, അഭൗതിക സഹായം അല്ലാഹുവിൽ മാത്രം അത് പൊളിഞ്ഞ്, ദൂരന്ന് സഹായിക്കുക അല്ല മാത്രം അതൊക്കെ പൊളിഞ്ഞ്. ഇനിയുണ്ടോ നിങ്ങൾ? തലശ്ശേരിയിലുള്ള ഒരു മുസ്ലിം പറഞ്ഞു, എന്താ പറഞ്ഞത്? മുഹയ്യദ്ദീൻ ശേഖർക്ക് വെള്ളം തന്നു. അപ്പൊ അന്ന് മുജാഹിദ് പറഞ്ഞു അത് ശിർക്കിന്റെ പണിയാണ്, വെള്ളം തരല അല്ല മാത്രമാണ്. മുഹയ്യദ്ദീൻ ശേഖ് വെള്ളം തന്നു എന്ന് പറഞ്ഞാൽ അത് കാഫിറാകുന്ന പണിയാണ്. പറഞ്ഞില്ലേ? പറഞ്ഞു. മുജാഹിദ് തലശ്ശേരി തന്നെ കൊണ്ടുപോകും. എവിടെ എത്തി? ഞങ്ങൾ പണ്ട് എവിടെയൊക്കെ എന്തൊക്കെ പോയിന്റ് പറഞ്ഞോ അതൊക്കെ നിങ്ങൾ ഇന്ന് സമ്മതിച്ചു. അയാളാണല്ലോ പുതിയ താരം. അയാൾ പുതിയ പാർട്ടിന്റെ സെക്രട്ടറി ആകാൻ പോവുക. ആ പാർട്ടിന്റെ ഗതികേടുകളൊന്ന് ആലോചിച്ച് നോക്കി. സക്കരിയാസ്ലായി പ്രസിഡന്റ്, ഇയാൾ സെക്രട്ടറി. നല്ല മാറ്റമുണ്ടാവും. നിങ്ങൾ പ്രസംഗിക്കണം. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളുകളി പുറത്തു വരട്ടെ, സമുദായം പഠിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ കണ്ടോ മുജാഹിദ് ബാലുശ്ശേരി എന്ന ഈ മനുഷ്യൻ കർണാടകയിൽ പോയിട്ട് പച്ച പൊള്ളു പറയുന്ന ആദ്യം കേട്ടോ. ഇയാൾ പറയുന്നത് സുന്നികൾ വിശ്വസിക്കുന്നത് മഴ വർഷിപ്പിക്കുന്നത് പോലും മുഹയ്യദ്ദീൻ ശേഖാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? മൊയ്തീൻ ശേഖ് മഴ വർഷിപ്പിക്കുന്നത് ഇല്ല. എന്നിട്ട് ഇയാൾ പറഞ്ഞ അബൂജഹലിന് പോലും ഇങ്ങനത്തെ പാടില്ല. അബൂജഹൽ പറയുന്നത് മഴ വർഷിപ്പിക്കുന്ന അല്ലാഹ്. അബൂജഹലിനേക്കാൾ കടുത്ത ശരിക്കാണ് സുന്നികൾ എന്ന് ഇയാൾ പറയുന്നു. ഇൻഷാ അല്ലാഹ് ഇവരെ കൊണ്ട് തന്നെ ഞാൻ അതിന് മറുപടി പറയും. തീർച്ചയായും മുജാഹിദ് പ്രസ്ഥാനത്തെ അവസാനത്തെ ശ്വാസവും ഭരിപ്പിച്ചിട്ടേ ഇന്ന് നമ്മൾ നിർത്താൻ പോകുള്ളൂ. പറയട്ടെ. അബൂജഹല് പറയാ അല്ല, അബൂജഹലിനെ വിളിച്ചിരുത്തി, അബൂലഹബിനെ വിളിച്ചിരുത്തി. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം, ശരിക്കും മനസ്സിലാവും. പക്ഷെ കുറച്ച് വേദന ഉണ്ടാവും. ഈ പറയുന്ന പോയിന്റിന് കുറച്ച് വേദന ഉണ്ടാവും. അബൂജഹലിനെ വിളിച്ചിരുത്തി, അബൂലഹബിനെ വിളിച്ചിരുത്തി, വലീദ് മുനവ്വിറെ വിളിച്ചിരുത്തി. മുഹമ്മദ് നബി, മുഹമ്മദ് നബി ഇസ്ലാമിന്റെ പ്രത്യക്ഷാത്തുക്കളെ ആരാ മഴയിപ്പിക്കുന്നത്? ഓ കിന്നാരും ചോദിക്കല്ലേ മുഹമ്മദേ, അള്ളയാന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത്. കാന്തപുരത്തിനെ വിളിച്ചിരുത്തി, പേരോടിനെ വിളിച്ചിരുത്തി, അതുപോലെ പാറന്നൂർ പി പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഓലൊക്കെ പറഞ്ഞ് മുഹമ്മദ് നബിന്റെ ഉമ്മത്താ നബിയർ നിങ്ങൾക്ക് തരീ. ആരാ മഴയിപ്പിക്കുന്നത്? മൊയ്തീൻ ശൈഖ്. ഇനി മാത്രമല്ല, ഈ അബൂജഹലും വലീദുൽ മുഗീറയും ഞാൻ നേരത്തെ പിന്നെ പറഞ്ഞ മൂന്നാളും കണ്ടുമുട്ടി. അബൂജഹലിനോട് ഈ ചാര മഴയിപ്പിക്കുന്നത് അല്ല, അബൂബക്കറിനോട് ഈ ചാര മഴയിപ്പിക്കുന്നത് മൊയ്തീൻ ശൈഖ്. ഓന്റെ ചെങ്ങായി ചിന്നേക്കാൾ കേമനാണല്ലോ. അന്നുണ്ടായിരുന്ന റസൂലിന്റെ കാലത്ത് ബദറിൽ ഞാനായിരിക്കും ഏറ്റുമുട്ടുക. കാരണം മിനിമം എന്റെ വിശ്വാസമെങ്കിലും എനിക്ക് വേണ്ടേ? ഈ ഉമ്മത്തിന്റെ ഒരു അവസ്ഥ ഉണ്ടോ? നമ്മൾ ആരെങ്കിലും ഈ വിശ്വാസക്കാരുണ്ടോ? മഴ വർഷിപ്പിക്കുന്നത് മുഹയ്യദ്ദീൻ ശേഖാണ്? ഇല്ല. ഞങ്ങളെ വിശ്വാസം എന്താണെന്നറിയോ? വിശ്വാസം ഞങ്ങളാ ഏൽപ്പിച്ചിട്ടില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല ഇല്ല, നിങ്ങളുടെ കൈവിരലനക്കാൻ സാധ്യമല്ല. ഞങ്ങളെ പള്ളിയിൽ ഉസ്താദ് പറയുമ്പോൾ പള്ളിയുടെ മിഹ്റാബിന്റെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരൻ പറയുന്നത് കഴിയില്ല. ഇല്ല ബില്ലാഹിൽ അലിയിൽ അദീം, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ സാധ്യമല്ല. ഇത് വിശ്വസിക്കുന്നവരല്ലേ സുന്നി? മുഹയ്യദ്ദീൻ ശൈഖ് മഴ വർഷിപ്പിക്കുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അൻതും മൻസൽതുമൂഹു മിനൽ മുസ്ലിമീൻ അം നഹ്നുൽ മുൻസിലൂൻ. അപ്പോൾ കുതുബിയത്തിലില്ലേ ഉസ്താദേ മുഹയ്യദ്ദീൻ ശൈഖ് മഴ തന്നു? അതുണ്ട്. അപ്പൊ അതോ അത് പഠിച്ചോ ചങ്ങാതി. ഒരു വസ്തു, ഒരു സംഗതി അല്ലാഹ് ചെയ്യുമ്പോൾ അത് കാരണം വഴിയാണ് അല്ലാഹ് ചെയ്യുന്നത്. വെള്ളമില്ലാത്ത ഒരു കാലം വന്നു. ശൈഖ് ജിലാനിയുടെ സമീപത്ത് നിന്ന് ആളുകൾ പറഞ്ഞു വെള്ളം വേണം. അവിടുന്ന് മഴ കിട്ടി. ആളുകൾ പറഞ്ഞു ശൈഖ് ജിലാനി ഞങ്ങൾക്ക് വെള്ളം തന്നു. അതിന്റെ അർത്ഥം അല്ലാഹല്ല വെള്ളം തന്ന അല്ല, വെള്ളം തന്ന അല്ലാഹു തന്നെ. പക്ഷേ ആ വെള്ളം ശൈഖ് ജിലാനി കാരണമായിട്ട് കിട്ടി. അപ്പൊ ഒരു വസ്തു അതിന്റെ കാരണത്തേക്ക് ചേർത്ത് പറയാം, അവിടെ ശിർക്ക് വരൂല. ഇത് പഠിച്ചു വെച്ചോളൂ. ഇത് ഞങ്ങൾ എത്ര മഴ പറഞ്ഞു. മഹാനായ മുസ്ലിയാർ മഴ പറഞ്ഞില്ലേ? പക്ഷേ ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ തിരിഞ്ഞു. ഉദാഹരണം പറഞ്ഞു, ലാസ്റ്റ് ഘട്ടത്തിൽ കാര്യം മനസ്സിലായി. ഇത് സക്കരിയാസ്ലായി. ശരിക്കും പഠിച്ചോ. ഇൻഷാ അല്ലാഹ് ഇവരുടെ വാദഗതികൾ ഓരോന്നായി തകർക്കുമെന്ന് ഞാൻ പറഞ്ഞു. അഭൗതികം എന്നത് തകർന്നതുപോലെ, മറഞ്ഞ മാർഗം തകർന്നതുപോലെ ഒരു വസ്തു അതിന്റെ കാരണങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞാൽ പതിവിടെ നമ്മൾ സാധാരണ പറയുന്ന ഭാഗമാണ്. തലശ്ശേരിയിൽ നിന്ന് വയസ്സാൽ ഉപ്പൂപ്പ പറഞ്ഞു, മമ്പറന്നങ്ങൾ രോഗം മാറ്റി
ഇവർ ചാടി ശിർക്കാണ് രോഗം മാറ്റുന്ന അദ്ദേഹമായി അല്ലേ? മമ്പർ നിങ്ങൾ വഴിമാറ്റി, കാരണം മമ്പർ നിങ്ങൾ മാറ്റിയതല്ല. ഇത് നമ്മൾ എത്ര സ്ഥലത്ത് പറഞ്ഞു. ഇപ്പൊ ഇയാള് പറഞ്ഞു ജിന്ന് രോഗം ഉണ്ടാക്കും. ആര്? സക്കരിയ സാഹിബ്. അപ്പൊ അപ്പുറത്തെ ഗ്രൂപ്പിൽ ചോദ്യം, സുല്ലമി എന്താണ് പറഞ്ഞത്? ജിന്ന് രോഗം ഉണ്ടാക്കും. രോഗം ഉണ്ടാക്കുന്നത് അന്നല്ലേ രോഗം ഉണ്ടാക്കുക. ജിന്ന് രോഗം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശിർക്കല്ലേ? അപ്പൊ ഇയാള് ചങ്ങാതി സുല്ലമി സംഗതി ഉസ്താദൊക്കെ തന്നെ, പക്ഷെ എവിടുന്ന് നീച്ചു വരിക? എവിടുന്ന് നീച്ചു വരിക? ഒരു വസ്തു അതിന്റെ കാരണങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞാൽ ശിർക്കാണോ സുല്ലമി? ചിക്കൻ ഗുനിയ എന്ന രോഗമുണ്ടാകുന്നതിൽ കൊതുകിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ശിർക്കാണോ സുല്ലമി? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇയാൾ പറയാണ് ഈ സുന്നികളോട് ഓതി ആയത്തൊക്കെ ഞങ്ങളോട് ഓതുന്ന കാലാത് എന്താ ചെയ്യാ? നിങ്ങൾ മനസ്സിലാക്കിക്കോ. എത്ര ആയത്തുകൾ അല്ലേ, എത്ര ഹദീസുകൾ, ഇതൊക്കെ ഇവര് പരസ്പരം ഓതുന്ന കാലമായി. സക്കരിയ സദായി സ്വന്തം ഗുരുനാഥന് നിൽക്കുന്ന മറുപടി കേട്ടോളൂ. വഹാബി പ്രസ്ഥാനത്തിന് ഇനി ആയുസില്ല എന്ന് പറയട്ടെ. ശൈത്താന് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ നോക്കിങ്ങള് രോഗം ഉണ്ടാക്കണ അല്ലല്ലേ. എന്നിട്ട് ഇയാൾ പറയണേ വൈറസ് ബാക്ടീരിയ അതൊക്കെയാണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ജിന്നിന്റെ അർത്ഥം എന്താ? ബാക്ടീരിയ. അപ്പൊ ജിന്നിന് പങ്കുണ്ട് പറഞ്ഞാൽ ശിർക്ക്. അതിന്റെ മലയാളം പറഞ്ഞ് ബാക്ടീരിയക്ക് പങ്കുണ്ട് പറഞ്ഞാലോ ജിന്ന് സമം ബാക്ടീരിയ അല്ലേ ഇയാൾക്ക്. അപ്പൊ തൗഹീദ്. പൊട്ട പോയത്തക്കാരെ വലിയ തെളിവെച്ച് നടക്കുക. രോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ പറഞ്ഞാൽ ശിർക്കാവോ? ആവോ? ഈ ഡോക്ടർ എനിക്ക് രോഗം ഉണ്ടാക്കി, എന്താ അയാൾ മരുന്ന് മാറി കുത്തിവെച്ചു, അത് ശിർക്കാവോ? ഇല്ല. ചിക്കൻ കുനിയൽ കൊതുകിന് പങ്കുണ്ട്. കണ്ടോ രോഗമൊക്കെ അല്ലല്ലേ ഉണ്ടാക്കണേ, ഇപ്പൊ കൊതു ഉണ്ടാക്കണെന്നല്ലേ പറയണേ. കൊതുവിനെ പങ്ക് ചേർക്കണ് കണ്ടോ. അപ്പൊ കൊതു അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ് ഇതൊന്നും പറഞ്ഞാൽ ശിർക്കാവില്ല. ജിന്ന് രോഗം ഉണ്ടാക്കുന്ന ശിർക്കാവും. എന്താ സുല്ലമി മനസ്സിലാക്കിക്കോ, അതും ശിർക്കാവില്ല. എന്താ അതും അല്ല നിശ്ചയിച്ചൊരു കാരണമാണ്. വൈറസ് മുഖേനയും ബാക്ടീരിയ മുഖേനയും രോഗം ഉണ്ടാകും. അതിപ്പോ 5%, 95% ആളുകൾ അതിനെ കാണുന്നുണ്ടോ? ചെറിയ ലബോറട്ടറിയിലോ മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരെ മറ്റോ കണ്ടിട്ടുണ്ടാവും സൂക്ഷ്മദർശിനിയിൽ അല്ലേ? അപ്പൊ ആ സൂക്ഷ്മജീവികൾ രോഗമുണ്ടാക്കുന്നത് പോലെ ജിന്നും രോഗം ഉണ്ടാക്കും. ഇയാളെ പറയണതോ ജിന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവിയാണ്. അപ്പൊ ജിന്ന് രോഗം ഉണ്ടാക്കുന്ന ശിർക്ക്. അതിന് ഇയാൾ പറയുന്ന പരിഭാഷയായ മൈക്രോബുകൾ എന്ന് പറഞ്ഞ സൂക്ഷ്മജീവികൾ രോഗം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ തൗഹീദും. ഈ പൊട്ടപ്പോയത്തം മുണിങ്ങി നടന്നിട്ട് ഞങ്ങൾ തൗഹീദിൽ പേച്ചുകൊണ്ട് ആയത്തോതാണ്. നിങ്ങളോളെ വിളിച്ചാ നിങ്ങൾക്ക് പ്രാർത്ഥന കേൾക്കൂലട്ടോ. കേൾക്കൂല എന്ന് പറഞ്ഞ മിനൽ മലായിക്കത്തി വൽ ജിന്നി വൽ ഇൻസി. എന്താ ഇതിന്റെ പൊലിപ്പ്. ഖുറാബികളോട് ഓതുന്ന ആയത്തപ്പോ ഞങ്ങളോട് ഓതുക. അന്റെ കഥ കഷ്ടമാണ്. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സക്കരിയ സലായി മോശാവില്ല. ഒരാളെ കേട്ട് കായക്കൊടി വലിയ ആളായി നടക്കണ്ട, നീ മുശ്രിക്കാണ്. ഇന്ന രണ്ടാളും പോയി. പിന്നെ ആരാ സ്വർഗത്തിൽ? നിങ്ങൾ എങ്ങോട്ട്? നിങ്ങളെ ഓതിയ ആയത്തുകൾ മുഴുവൻ നിങ്ങൾക്കെതിരെ നിങ്ങൾ തന്നെ ഓതുന്ന കാലമാണ്. പൊളിഞ്ഞു, സർവവും പൊളിഞ്ഞു. വഹാബികളെ ഇനി 4ാമത്തെ കാര്യത്തിലേക്ക് വാ. മറിഞ്ഞ മാർഗം പോയി, ഭൗതികം പോയി, ദൂരെ നിന്നുള്ള വിളി പോയി. മായ വർഷിപ്പിക്കൽ മുഹിയദ്ദീൻ ശൈഖാണെന്ന് ഖുതുബിയ്യത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ തന്നെ പറഞ്ഞു. ഇനിയിപ്പോ വിളി അല്ലാഹ് മാത്രമല്ല, അതുകൂടി പൊളിച്ചേ. വിളി അല്ലാഹ് മാത്രമല്ലേ പറഞ്ഞേ? ഞങ്ങൾ ഇർത്തിഖബത്തുല്ലിയല്ലേ ഇതിന്റെ വലിയ പ്രശ്നം. കൊണ്ടുപോവാ ബാലുശ്ശേരി. ആ കഥയും കൂടി ഞങ്ങൾ തീർക്കാൻ പോവാ. അതാ ഞാൻ പറഞ്ഞത്, വഹാബിസം നിലനിൽപ്പില്ലാത്ത അതിന്റെ അവസാനത്തെ ശ്വാസത്തിലാണ് ഉള്ളത് എന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇനി നമ്മളെ മുജാഹിദ് ബാലുശ്ശേരിയെ തന്നെ കൊണ്ടുപോകാണെന്ന് മങ്കൂസ് മൗലവി ചൊല്ലട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ അവിടത്തോട് സങ്കടം പറയുന്ന ഇർത്തഖബത്തു, അതാണ് വലിയ പ്രശ്നം. അതുകൂടി പരിഹാരം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ വഹാബിസം നിലനിൽപ്പില്ല. നിങ്ങൾക്ക് മനസ്സിലാവും. ചൊല്ലി ഇർത്തഖബത്തു. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ചൊല്ലി ഇർത്തഖബത്തുലൂടെ ചെല്ലുന്നത് ഇതാണല്ലോ. ഇർത്തഖബത്തു അലൽ ഖത്താ
غير سر واحدة لك أشكو فيه يا سيدي خير النبي പാപമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോട് ന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഇതിൽ ഏത് ഖുർആനിക വചനാ തെളിവ്? അപ്പൊ പറയും വലു അന്നഹും. അങ്ങനെ ഒരു ആയത്ത് തന്നെ ഖുർആനിലില്ല. ഞെട്ടിയോ? വലു അന്നഹും എന്ന് തുടങ്ങുന്ന ആയത്ത് ഖുർആനിലില്ല. ചെങ്ങായി ആ പാറക്കോരി പണിയെടുത്താൽ കിട്ടൂലത്. ഇനി നല്ലത് അതൊക്കെയാണ്. എന്ത് വല്ല പാറക്കോരി പണി ഹോട്ടൽ ജോലി ഉണ്ട് എന്നല്ല പറഞ്ഞത്. അത് തുടരാ നല്ലത്. ഈ പണിക്ക് നിങ്ങളെ പറ്റൂല. അപ്പൊ എവിടെ എത്തി? ഒരു വിളി മാത്രം. നേരത്തെ പറഞ്ഞ അവിടെ നിന്ന് തുടങ്ങിയത് ഏത്? അള്ളാനെ മാത്രമേ വിളിക്കാവൂ. ബസ്സട അഗാധ ഗർത്തത്തിലേക്ക് വീടുമ്പോൾ അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ. ഇതല്ലേ പറഞ്ഞത് അല്ലേ? ഇനി മുജാഹിദ് ബാലുശ്ശേരിന്റെ പുതിയൊരു പ്രസംഗം കൂടി കേട്ടോ. കണ്ണൂർ പ്രസംഗം തന്നെ. ഇതിൽ അയാൾ സക്കരിയ സലാഹിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു പണിയെടുക്കുന്നുണ്ട്. ആടിനെ പട്ടിയാക്കുന്ന പണി. അതായത് മുജാഹിദീങ്ങൾക്കിടയിൽ തന്നെ ഭയങ്കര സംസാരമായി. ജിന്നിനോട് സഹായം തേടുന്നതിന് പ്രശ്നമില്ല എന്നല്ലേ ഇപ്പൊ നമ്മളെ മൗലവി പറഞ്ഞത്. അപ്പൊ ഇയാൾ പറയാണ് അങ്ങനെയൊന്നും സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ജിന്നെ സഹായിക്കണേ, ജിന്നെ മഴ വേണം, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ പറയണല്ലേ ജിന്നിനോട് സഹായം തേടണമെങ്കിൽ. എന്താ പറഞ്ഞത് എന്ന് ഞാൻ ശേഷം കൽപ്പിച്ചു തരാം. സക്കരിയ സലാഹിയെ ഒന്ന് ഒഴിഞ്ഞു നന്നാക്കാനുള്ള ശ്രമം മിസ്റ്റർ ബാലുശ്ശേരി നടത്തുന്നുണ്ട് പുതിയ പ്രസംഗത്തിൽ. അത് നിങ്ങളൊന്ന് കേട്ടോ. അതിന്റെ ശേഷം ജിന്നുകളോട് സഹായം തേടുന്നത് പ്രാർത്ഥനയല്ല എന്ന് പറയുന്നത് ഞാൻ കേൾപ്പിക്കും. ആദ്യം ഇതൊന്ന് കേട്ടോ. മുജാഹിദുകളിൽ ഇന്നെന്ന മൊയ്ലവിമാര്, സലായിമാര്, മദനിമാര്, സലഫിമാര് അല്ലല്ലാത്ത ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് വിശ്വസിക്കുന്നവരാണ്, സഹായം തേടാമെന്ന് വിശ്വസിക്കുന്നവരാണെന്നല്ലേ? മടപൂരികളെ, അലിമൊല്ല, കരിമ്പിലാക്കൽ പ്രഭൃതികളെ, സുല്ലമിമാരെ, ഒരു ക്ലിപ്പിംഗ് ഏതെങ്കിലും ഒരു സലായിയുടെ, ഏതെങ്കിലും ഒരു മദനിയുടെ, ഏതെങ്കിലും ഒരു സലഫിയുടെ കറോഫിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയോ? ജിന്നെ എത്ര നേരമായി ജിന്നെ കാണുന്നില്ല, ജിന്നെ ഇരുട്ടത്ത് വെളിച്ചം തരുന്ന ജിന്നെ, തടുക്കുന്ന ജിന്നെ, മേശ വലിച്ചാ കൊടുക്കുന്ന ജിന്നെ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന ഹാജരാക്കാൻ കഴിയോ? പിന്നെ എന്തിന് നിങ്ങൾ ഈ തോന്നിയാസം പറയണം മടപൂരികളെ? അണ്ടങ്ങള് ഇത് ആടിനെ പട്ടിയാക്കിയ ഇയാൾ പറഞ്ഞ ശൈലിയിൽ പറയണത്ര അപ്പോഴേ പ്രാർത്ഥന ആവുള്ളൂ. നിങ്ങൾ പറഞ്ഞത് എന്താന്ന് കൊണ്ടുവാ സക്കരിയ സലാഹിനെ. ക്ലിപ്പിംഗ് ഞങ്ങൾ കൊണ്ടുവരാലോ. എന്താ പറഞ്ഞത് ശരിക്ക് കേട്ടോളൂ സഹോദരന്മാരെ, കൃത്യമായി നിങ്ങൾ കേട്ടോ. വളരെ വ്യക്തമായി സക്കരിയ സലാഹി അതാ പറയുന്നു. ഇതന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഒരു വിളി മാത്രം നിങ്ങളെ വാദം പൊടിഞ്ഞു. അതിങ്ങനെ ജിന്നെ ഇത്ര നേരമായി ജിന്നെ അങ്ങനെ പറയണമെന്നൊന്നുമില്ല. വിജനമായ ഒരു മരുഭൂമി, വിജനമായ ഒരു മരുഭൂമി, ആരെയും കാണുന്നില്ല, സഹായത്തിന് ആവശ്യമുണ്ട്. എന്നാൽ അള്ളാഹുവിനെ മാത്രം വിളിക്കണമെന്നല്ലേ പണ്ട് പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞു കേട്ടോ, യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ, എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളെ സഹായിക്കാൻ മാറി നിൽക്കുന്ന ജിന്നോ മലക്കോ ഉണ്ടാകും. അതുകൊണ്ട് ഇത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയാണോ എന്നാണല്ലോ പ്രധാന പ്രശ്നം. അല്ലാന്ന് ഇയാൾ പറയുന്നു. ഇത് തന്നെയാണ് നിങ്ങൾ ഒരു വിളി മാത്രമെന്ന വാദത്തിൽ നിന്ന് മാറിയെന്ന് എല്ലാവരും പറയാനുള്ള കാരണം. കേട്ടോളൂ, സക്കരിയ സലാഹി തന്നെ സംസാരിക്കുന്നു. പണ്ട് കാലത്ത് കേട്ട പ്രസംഗങ്ങൾ മറക്കരുത്. അള്ളാനെ മാത്രം വിളിക്കണം, ഇത് വിളിക്കുന്നത് അള്ളാനല്ല എന്ന് പ്രത്യേകം ഓർക്കണം. പറയട്ടെ, സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചു എന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അപ്പൊ സിംഹാസനം കൊണ്ടുവരുന്നത് പ്രാർത്ഥനയല്ല, അത് അഭൗതിക കാര്യല്ലേ? അഭൗതിക കാര്യമല്ല അത്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ്. ബാക്കി പറയട്ടോ. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദല്ലാഹി അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്നതിന് പറയാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. വിജനപ്രദേശത്ത് എന്റെ അടിമകൾ വഴിതെറ്റി വന്ന അവരെ സഹായിക്കണം. അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കയ്യിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല. അതാ ഞങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പോയി നിങ്ങളെ കാര്യം. അത് പ്രാർത്ഥനയെന്നാ പണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ പറഞ്ഞത് പ്രാർത്ഥനയല്ല. അത് പറഞ്ഞോ? അടിസ്ഥാനവാദത്തിൽ നിന്ന് നിങ്ങൾ തെറ്റി. നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കാറ്റ് കഴിഞ്ഞു.
മാത്രല്ല ഇതിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എന്നൊരു മൗലവി ഉണ്ട്, വയസ്സായ ഒരാളാണ്, മിസ്റ്റർ അബ്ദുൽ ജബ്ബാർ മൗലവി. ഇയാളാണത്രേ ഈ വിഷയത്തിന് ഈ ജിന്നിനെ സഹായം തേടാ, അതുപോലെ തന്നെ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല എന്ന് പ്രസംഗിച്ച ആൾ. മുജാഹിദുകൾ ഒരു കമ്മിറ്റി യോഗം കൂടി എന്തിന് ഈ വിഷയം ചർച്ച ചെയ്യാം. അപ്പൊ ജബ്ബാർ മൗലവി പറഞ്ഞു, ഞാൻ വിടുന്ന പ്രശ്നമില്ല, യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കാം, അഈനൂനി എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ ജിന്ന് വരും. അങ്ങനെ യോഗം പിരിഞ്ഞ് എല്ലാരും കൂടി സമ്മതിക്കാതെ യോഗം പിരിഞ്ഞു പോകുമ്പോ അവസാനം ജബ്ബാർ മൗലവി പറഞ്ഞത്രേ എന്ത്, യാ ഇബാദല്ലാഹി അഈനൂനി. നിങ്ങൾ മനസ്സിലായില്ല? ജബ്ബാർ മൗലവിയുടെ ഭാഷ അയാൾ തീർത്തത് എങ്ങനെ? യോഗം തീരുമാനമാകാതെ പിരിഞ്ഞപ്പോൾ ഒടുവിൽ മിസ്റ്റർ ജബ്ബാർ മൗലവി സദസ്സിനോടായി പറഞ്ഞത്രേ, ഇനിയിപ്പോ ഒരു രക്ഷയില്ല, എവിടുക്കാ പോണ്ട വഴി എന്നറിയില്ല, യാ ഇബാദല്ലാഹി അഈനൂനി. യോഗത്തിന്റെ അവസാനം പറഞ്ഞതാ, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണേ. അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞതാണ് എവിടുന്ന് നമ്മളെ ഖത്തറിൽ വെച്ച് ഞാൻ പറയുന്നു. അതുകൊണ്ടാണ് ബാലുശ്ശേരി എന്താ പറയുന്നത് അറിയോ? പടച്ചോനെ ചോദ്യം കൊണ്ട് കുടുങ്ങിപ്പോയി. ബാലുശ്ശേരിനോട് ഫോൺ ചെയ്തിട്ട് യാതൊരു അന്തമില്ല. ഫോൺ ചെയ്തിട്ട് ഫോണൊക്കെ ഓഫാ, നിങ്ങളെ പ്രസ്ഥാനം തന്നെ ഓഫാകാൻ പോവാ, പിന്നെ ഫോണായിട്ട് ഓഫായിട്ട് നിൽക്കണം. ബാലുശ്ശേരി പറയാണ്, നിങ്ങൾ അവസാനം പേടിപ്പിക്കണം. എന്തറിയോ മക്കളെ, കൂടുതൽ ചോദ്യം ചോദിച്ചാൽ നശിച്ചു പോകട്ടോ, അതുകൊണ്ട് ഇത്തരം ചോദ്യം തന്നെ വേണ്ട. ചോദ്യം ചോദിക്കണം, നമ്മളെ പേടിപ്പിക്കുക. എന്ത് വണ്ടിരോ എന്ന് പറഞ്ഞാൽ അവിടെ ജിന്നിനെ ഉദ്ദേശിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഹദീസിൽ പറയുന്നത് ചോദ്യം കൂടിയാൽ നശിച്ചു പോകുന്നതാണ്. മക്കളെ, അതുകൊണ്ട് ഇത്ര ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കരുത്. ചോദ്യം ചോദിച്ച് നിങ്ങളെ ഇരുത്തേണ്ടതിരുത്താതെ ഞങ്ങൾ നിർത്തുമെന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങളെ കൗമനമാണ് ഈ പേടിപ്പിക്കാം. എന്ത് ചോദ്യം കൂടിയാൽ? എന്നിട്ടോ നബിതങ്ങളെ ഹദീസ് അതിന് പകരം കൊണ്ടുവരുന്ന ഇയാൾ. നബിതങ്ങൾ പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചോ? അതേപോലെ ബാലുശ്ശേരി, അതേപോലെയാണോ സക്കരിയ സലായി? നിങ്ങൾ പറഞ്ഞു കുടുങ്ങി, നിങ്ങളെ ചോദ്യം ചെയ്യാതെ വിട്, നിങ്ങൾ അവസാനം വരെ ഞങ്ങൾ ചോദ്യം ചെയ്യും. കണ്ടോ അയാൾ പറയുന്നത്? കുടുങ്ങിയ ചോദ്യം കൊണ്ട്. അള്ളാന്റെ റസൂൽ കൊണ്ടുവന്നതിനെ സ്വീകരിക്കുക, അള്ളാന്റെ റസൂലിനെ ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കുക അല്ലേ? ഖുർആനിലെ 59-ാം അധ്യായം 7-ാമത്തെ വചന, ഖുർആനിലെ 49-ാം അധ്യായം 1-ാമത്തെ വചന. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇപ്പോഴത്തെ ഒരു കാലത്ത്, ഇപ്പൊ ഇന്നലെ ഇന്നും എന്നോട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കാം, പല ഭാഗത്തുനിന്ന്, അല്ല നമ്മള് കിണറ്റിലെങ്ങനെ വീഴാൻ നിൽക്കുക,